അതില്ലേ എനിക്ക് തോന്നുന്നു ജെൻസിന് എന്തെങ്കിലും എത്നിക് ഫെയർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഞങ്ങൾ ഫസ്റ്റ് എത്നിക് വെയർ തപ്പിപ്പോയത് MG റോഡ് എറണാകുളം ഉള്ള തസ്വേലായിരുന്നേ. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനാണ് കേട്ടോ. കുർത്ത സെറ്റ്സും ഷെർവാനീസും അതുപോലെ ജോധ്പൂരിയും പിന്നെ നല്ല സൂട്ടുകളും ഒക്കെ ഉണ്ട്. പിന്നെ ആക്സസറീസും വരുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പമൊക്കെ പറ്റുന്ന ടൈപ്പ് ഫുഡ് വെയർസും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കിഡ്സ് വെയർ വരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് ഡാവിഷ് എന്ന് പറയുന്ന ചിറ്റൂർ റോഡിലുള്ള ഒരു ഷോപ്പിലായിരുന്നു. ഇതൊരു ഡിസൈനർ ബുട്ടീക്കാണ് കേട്ടോ. ഇവിടെ കസ്റ്റമൈസേഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഓരോ പ്രോഡക്റ്റ് കാണുമ്പോഴും നമുക്കറിയാം കേട്ടോ, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻസും അതുപോലെ എംബ്രോയ്ഡറീസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. പിന്നെ ക്ലോത്ത്സ് ഒക്കെ ഉണ്ട്. ലേഡീസിനും ജെൻസിനും പറ്റുന്ന കസ്റ്റമൈസേഷൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കുർത്തയൊക്കെ തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഈ കാണുന്നത് എല്ലാം തന്നെ. ഇതൊക്കെ വെച്ചിട്ട് ജോധ്പൂരിയും അതുപോലെ ഷർവാണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാൻ ഇഷ്ടമുള്ള ജെൻസിന് പറ്റിയൊരു ഷോപ്പാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാന്യവാറായിരുന്നു. MG റോഡ് തന്നെ ഉള്ളത്. എനിക്ക് തോന്നുന്നു തസ്വയിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ കളക്ഷൻ കൂടുതൽ ഇവിടെയാണെന്നാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ കിഡ്സ് വെയറും കൂടി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡ്രസ്സായിട്ട് മാച്ചിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഇവിടെയും പറഞ്ഞ പോലെ തന്നെ ജോധ്പൂരിയും ഷർവാണീസും കുർത്ത സെറ്റ്സും അങ്ങനെ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഏത് കളർ ഷെയ്ഡ് ചോദിച്ചാലും ഇവിടെയിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് വെയർസിൻ്റെ കളക്ഷനും അതുപോലെ ആക്സസറീസും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ മാലകൾ വരുന്നുണ്ട്. പിന്നെ ക്യാപ്സ് ഇല്ലേ, ഇങ്ങനെ രാജാക്കന്മാരുടെ പോലെ ഇരിക്കുന്ന ഈ ഗ്രൂമൊക്കെ വെക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. വേറെ ഏതെങ്കിലും ഇങ്ങനത്തെ ഷോപ്സ് അറിയാമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ.